അടുത്തായിട്ട് പറയാനുള്ളത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു എസ് ആയിട്ട് ഇത് വേണേൽ ചോദിക്കാം. ഇതിൽ തന്നെ വൈറ്റമിൻ എൻ്റെയും വൈറ്റമിൻ ഡിന്റെയും ന്യൂട്രീഷണൽ അനീമിയ ഒക്കെ ഡിഫിഷ്യൻസിയും ന്യൂട്രീഷൻ അനീമിയ ഒക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നോട്ട്സ് ആയിട്ടുണ്ട്. ബാക്കി വരാനുള്ള കാര്യങ്ങളോട് നമുക്ക് നോക്കാം. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണ്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ളതിൽ വെച്ച് ഒരു ഇമ്പോർട്ടന്റ് ഹെൽത്ത് കൺസേൺ ആണ് ഈ PM അല്ലെങ്കിൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. നമ്മുടെ കുട്ടികളിൽ അവരുടെ ഏർലി ലൈഫ് സ്റ്റേജിലാണ് മെയിനായിട്ട് ഇത് ഡെവലപ്പ് ആകുന്നത്. പണ്ട് നമ്മൾ വിചാരിച്ചത് ഏർലിയർ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ വെച്ചത്, ഇപ്പൊ നമ്മൾ ഫുഡ് ഗ്യാപ്പ് എന്നുള്ള കൺസെപ്റ്റ്, ആവശ്യത്തിനുള്ള ഭക്ഷണം കുട്ടിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ PM ഡെവലപ്പ് ആകുന്നത്. നമ്മൾ ആ കൺസെപ്റ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. PM is due to food gap, that is inadequate intake of food both in quality and quantity. അളവ് മാത്രമല്ല, ആ കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് തിന്നു വേണ്ട കാര്യമുണ്ടോ? അതെന്റെ ന്യൂട്രിയൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നില്ല. ഞാൻ വയറ് നിറയാൻ വേണ്ടി കഴിച്ചിട്ട് കാര്യമില്ല. ശരീരത്തിന് ആവശ്യമായ സാധനങ്ങൾ ആവശ്യമായ അളവിൽ പ്ലസ് കുറച്ച് എക്സ്ട്രാ കഴിച്ചാലേ എന്റെ ഡയറ്ററി റിക്വയർമെന്റ് മീറ്റ് ആവുന്നു. അപ്പോൾ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഫെക്ഷൻ സച്ചസ് ഡയറിയ, intestinal worms, etc. which increase nutrient requirement and cause decreased nutrient absorption can also cause PM. പറഞ്ഞു നമ്മൾ കഴിച്ചു നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ആവണം, ശരീരത്തിന് അത് അവൈലബിൾ ആവണം, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ചില ഇൻഫെക്ഷൻസ് ഈ അവൈലബിലിറ്റി കുറയ്ക്കും. ഇൻഫെക്ഷൻസും മാൽന്യൂട്രീഷനും തമ്മിൽ ഒരു സർക്കിൾ പോലെ, ഇൻഫെക്ഷൻ മാൽന്യൂട്രീഷന്റെ കാരണമാക്കും, മാൽന്യൂട്രീഷൻ ഇൻഫെക്ഷനും കാരണമാക്കും. ഒരു വിഷ്യസ് സർക്കിൾ എന്ന് പറയാം. ഈ പാമ്പ് വാല് അടിച്ചിരിക്കും പോലെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാൽന്യൂട്രീഷന് കാരണമാക്കും, മാൽന്യൂട്രീഷന്റെ അത് ഇൻഫെക്ഷനും കാരണമാക്കും. ഒരു കറഞ്ഞോ അല്ലാതെ ഇതിനൊരു ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. അപ്പൊ ഇൻഫെക്ഷൻ എന്താ? ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മുടെ ശരീരത്തിൽ നോർമലി ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ന്യൂട്രിയൻ റിക്വയർമെന്റ് അധികമായിരിക്കും. എനിക്ക് കൂടുതൽ ഞാൻ ഇപ്പൊ പനിച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും ഈ പനിക്കെതിരെ അല്ല, പനി ഒരു ലക്ഷണമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നു, അസുഖത്തിനെതിരെ പോരാടാൻ വേണ്ടി എന്റെ ശരീരത്തിന് കൂടുതൽ എനർജി, കൂടുതൽ ന്യൂട്രിയൻസ് വേണം. പക്ഷെ ഞാൻ ആ ഒരു അസുഖമായിട്ട് കിടക്കുന്ന ഒരാളുടെ കൺസപ്ഷൻ, ന്യൂട്രിയൻ കൺസപ്ഷൻ പൊതുവെ കുറവായിരിക്കും. അസുഖപ്പെട്ട് കിടക്കുന്ന ഒരാൾക്ക് ഇതിന്റെ അബ്സോർപ്ഷനും അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസും ഒക്കെ താഴ്ന്നു കിടക്കുകയായിരിക്കും. അപ്പോൾ റിക്വയർമെന്റ് കൂടുകയും ചെയ്യും, അവൈലബിലിറ്റി ആൻഡ് അബ്സോർപ്ഷൻ കുറയുകയും ചെയ്യും. ഓക്കെ, അതാണ് ഈ ഇൻഫെക്ഷന്റെ ഒരു ഇതിൽ നടക്കുന്നത്. ഒരു ഇൻഫെക്റ്റഡ് ആയ ആൾക്ക് കൂടുതൽ ന്യൂട്രിയൻ റിക്വയർമെന്റ് ഉണ്ട്, പക്ഷെ അയാൾക്കുള്ള ഒന്നാമത് അയാൾ അത് അത്ര കണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല, പ്ലസ് കഴിച്ച സാധനം അത്രത്തോളം അബ്സോർബ് ആവുന്നു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് PM ഈസ് അണ്ടർ വെയിറ്റ് ഫോർ ഏജ്. നേരത്തെ പറഞ്ഞു അണ്ടർ വെയിറ്റ് ഫോർ ഏജ് എന്ന് വെച്ചാൽ പ്രായത്തിനനുസരിച്ചുള്ള തൂക്കം കുട്ടിക്കില്ല. ഓക്കെ, നോർമൽ ആണെങ്കിൽ ഇത്ര വയസ്സാകുമ്പോൾ ഇത്ര ഭാരം ആ കുട്ടിക്ക് കാണണം എന്നാണ് പറയുന്നത്. അത്ര മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് PMന്റെ ഒരു ഫസ്റ്റ് സൈൻ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. ഈ PM ഉണ്ടോ, കുട്ടിയുടെ ഡെവലപ്മെന്റ് ഓക്കെ ആണോ നോക്കാൻ ഞാൻ നേരത്തെ കാണിച്ച പോലെ ചാർട്ട്, ഗ്രോത്ത് ചാർട്ട് വെച്ചാൽ മതി. ഇത്ര ഏജിൽ ഇത്ര റേഞ്ചിൽ തൂക്കം ഉണ്ടാവണം, അതാണ് ആ പച്ച റേഞ്ചിൽ കിടക്കുന്നത്. അതിന്റെ ഉള്ളിലാണെങ്കിൽ കുട്ടി നോർമലി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു എന്നാണ് അർത്ഥം. മഞ്ഞായിട്ടുണ്ടെങ്കിൽ അത് മൈൽഡ് ആണ്, ഓറഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സിവിയർ ആണ്. PM ഉണ്ടോ എന്ന് അറിയാൻ ഗ്രോത്ത് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ രണ്ട് ഫോമാണ്, ക്വാഷിയോക്കറും മരാസ്മസും. പിന്നെ അടുത്ത ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ അയഡിന്റെ അളവ് കുറയുന്ന കണ്ടീഷൻ. മോസ്റ്റ് ഓബിയസ് കോൺസിക്വൻസ് ഓഫ് അയഡിൻ ഡെഫിഷ്യൻസി ഈസ് ഗോയിറ്റർ. ഈ അയഡിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ, തൈറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷന് ഇമ്പോർട്ടന്റ് ആണ്. T3 T4 ആ രണ്ട് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ഈ അയഡിൻ വേണം. അപ്പോൾ അയഡിൻ കിട്ടാതാവുമ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ എന്താവും? കുറയും. ഈ പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് സെക്രീറ്റ് ആവും. കാരണം പ്രൊഡക്ഷൻ ശരീരത്തിന് കൂടുതൽ തൈറോയിഡ് ഹോർമോൺ വേണം. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി പണിയെടുപ്പിക്കാൻ വേണ്ടി, ഈ ഗ്ലാൻഡിനെ പണിയെടുപ്പിക്കാൻ വേണ്ടി TSH ആവും. ഈ ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ സംഭവിച്ച് തൈറോയിഡ് ഗ്ലാൻഡ് വലുതാകാൻ തുടങ്ങും. അയഡിൻ ഡെഫിഷ്യൻസി ഈ ഗോയിറ്ററിലേക്ക് നയിക്കും. ഓക്കെ, അതേപോലെ ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് അയഡിൻ അവൈലബിൾ ആകില്ല, അപ്പോൾ തൈറോയിഡിന്റെ ലെവല്, തൈറോയിഡ് ഹോർമോണിന്റെ ലെവൽ കുറയും. അതിനാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയാം. പിന്നെ റിട്ടാർഡഡ് ഫിസിക്കൽ ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇമ്പയർഡ് മെന്റൽ ഫംഗ്ഷൻ, ഇതൊക്കെ അയഡിൻ ഡെഫിഷ്യൻസിന്റെ ലീഡ് ചെയ്യുന്ന കണ്ടീഷൻ. അയഡിൻ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷൻസ് ആണ്. സ്പോണ്ടേനിയസ് അബോർഷന്റെ റേറ്റ് കൂടും. കുട്ടികളിൽ ക്രിട്ടിനിസവും അഡൽട്സിൽ മിക്സഡീമ എന്നുള്ള കണ്ടീഷനും അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കും. ചിൽഡ്രൻ ക്രിട്ടിനിസം സി കണ്ടോ, ചിൽഡ്രനിൽ ക്രിട്ടിനിസവും അഡൽട്ടിൽ മിക്സഡീമയാണ് കേട്ടോ. ഈ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡറിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ അയൺ ഫോർട്ടിഫൈഡ് സോൾട്ട് പോലെ ഇപ്പോൾ ഇന്ത്യയിൽ
മറ്റേ സോൾട്ട് പൊടിയുപ്പ് വിൽക്കുകയാണെങ്കിൽ അത് അയഡൈസ്ഡ് സോൾട്ട് മാത്രമാണ് വിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാത്തിന്റെയും വേണേൽ നമുക്ക് പറയാം. വൈറ്റമിൻ B1 തൈമിന്റെ ആണ്. ബെറിബെറി ആൻഡ് വെർണിക് എൻസെഫലോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻസ്. ഈ ബെറിബെറിക്ക് 3 ഫോം ഉണ്ട്: ഡ്രൈ, വെറ്റ് ആൻഡ് ഇൻഫെക്റ്റഡ്. ഡ്രൈ എന്ന് വെച്ചാൽ നെർവ് ഇൻവോൾവ്മെന്റ്, വെറ്റ് എന്ന് വെച്ചാൽ ഹാർട്ട് ഇൻവോൾവ്മെന്റ്. വെറ്റ് ഹാർട്ടാണ്, ഇപ്പോൾ വെറ്റ് ബ്ലഡ് ഉള്ളതാണ്. അപ്പോൾ ബ്ലഡ് വെറ്റ് ഹാർട്ട് ഇൻവോൾവ്മെന്റ് ഉള്ളതാണ് എന്ന് ഓർത്ത് വെക്കുക. പ്ലസ് ഇൻഫെക്റ്റഡ് 2 മുതൽ 4 മാസം വരെയുള്ള കുട്ടികളിൽ ടൈപ്പ് ഓഫ് ബെറിബെറിയാണ് ഇൻഫെക്റ്റഡ്. ഒരിക്കല് വൈറ്റമിൻ B1 ഡെഫിഷ്യന്റ് ആയുള്ള അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു കുട്ടിക്കാണല്ലോ അവരുടെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കാണ്. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ B1 ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ അമ്മ കൊടുത്ത പാലില് വൈറ്റമിൻ B1 കിട്ടാണ്ടാവില്ല. സോ കുട്ടിയും വൈറ്റമിൻ B1 ഡെഫിഷ്യന്റ് ആവും. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ, ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസ്, കീലോസിസ്, ഗ്ലോസൈറ്റിസ്. ഗ്ലോസൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ടങ്കിന്റെ ഇൻഫ്ലമേഷൻ ആണ്. ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ വായുടെ 2 കോർണറില്ലേ, ഈ മേലത്തെ ലിപ്പും താഴത്തെ ലിപ്പും ജോയിൻ ചെയ്യുന്ന സ്ഥലം, അവിടെ ഈ ചുവന്ന് പൊട്ടുകലകളൊക്കെ വരിക, കുറെ പൊട്ടി പോലെ വരുന്നതാണ് ഈ ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസും കീലോസിസും എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ. പിന്നെ വൈറ്റമിൻ B3 നിയാസിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. പെലഗ്ര ഇമ്പോർട്ടന്റ് ആണ്. ഈ പെലഗ്രേന്റെ ക്യാരക്ടേഴ്സിന് 3D ഡിസീസ് എന്ന് വേണേൽ പറയാം: ഡയറിയ, ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്. പെലഗ്രൻ 3 ക്യാരക്ടറിസ്റ്റിക് സാധനങ്ങളാണ്: 3D ഡിസീസ്, ഡയറിയ, ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്. പിന്നെ B6 അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്നതാണ് പെരിഫറൽ ന്യൂറൈറ്റിസ്. ഇത് നമ്മൾ TBയിലൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ പഠിക്കാനൊക്കെ ഉണ്ട്. ഈ B6 ഐസോനിയാസിഡ് കൊടുക്കുമ്പോൾ പെരിഫറൽ ന്യൂറൈറ്റിസ് വരാൻ സാധ്യത ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഐസോനിയാസിഡ് കൊടുക്കുന്നതിന്റെ കൂടെ പിരിഡോക്സിൻ, കൊഫ്ലാക്സിസ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പെരിഫറൽ ന്യൂറൈറ്റിസ്. വൈറ്റമിൻ B9 ഫോളേറ്റിന്റെ ആണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഗ്ലോസൈറ്റിസ്, കിലോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ്. പിന്നെ B9 കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിക്കും സ്റ്റെറിലിറ്റിക്കും വരെ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. വൈറ്റമിൻ B12 മെഗലോബ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയ. നേരത്തെ പറഞ്ഞ ന്യൂട്രീഷണൽ അനീമിയ പറഞ്ഞ പോലെ വേറൊരു ടൈപ്പ് ഓഫ് അനീമിയാണ് ഈ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. DNA സിന്തസിസിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണം അത്ര എന്താ പറയാ ഫങ്ഷണൽ കപ്പാസിറ്റി കുറഞ്ഞ RBC കുറച്ച് വലിയ റെഡ് ബ്ലഡ് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ ന്യൂട്രിറ്റീവ് അനീമിയ നമ്മൾ പറഞ്ഞു. ന്യൂട്രിറ്റീവ് അനീമിയയിലാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ന്യൂട്രിയന്റിന്റെ കുറവ് കാരണം വരുന്ന നമ്മൾ ന്യൂട്രിറ്റീവ് അനീമിയ എന്ന് പറയും. മെഗലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വിറ്റമിൻ B12 വിറ്റമിൻ B9 കുറവിൽ വരുന്നതാണ് ഈ മെഗലോബ്ലാസ്റ്റിക് വരിക. അപ്പൊ ഒരു ഹെൽത്തി ഫങ്ഷണൽ RBC ഉണ്ടാവില്ല. DNA സിന്തസിസിൽ വരുന്ന ഇമ്പയർമെന്റ് കാരണമാണ് ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള RBCന്റെ പ്രൊഡക്ഷൻ ഇല്ലാതായി പോകുന്നത്. കുറച്ചുകൂടി വലിയ ഇമ്മച്വർ ആയിട്ടുള്ള ഓവർ സൈസ്ഡ് ആയിട്ടുള്ള RBC ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ തന്നെ പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത് വിറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ വരുന്ന അനീമിയാണ് ഈ പെർനീഷ്യസ് അനീമിയ. ഇവിടെ ഇതൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് ഈ പെർനീഷ്യസ് അനീമിയ. ഇവിടെ B12 അബ്സോർപ്ഷൻ കുറഞ്ഞു. ഈ വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു സ്കാസിസ് ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത് CIF അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ വിറ്റമിൻ B12 ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. ഈ ഇൻട്രിൻസിക് ഫാക്ടർ ഇല്ലെങ്കിൽ വൈറ്റമിൻ B12 ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യില്ല. അബ്സോർബ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അങ്ങനെ വരുന്ന അനീമിയാണ് ഈ മെഗലോബ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയ. ലാസ്റ്റ് വരുന്ന വൈറ്റമിൻ C ആണ്. വൈറ്റമിൻ C ഒരു വാട്ടർ സോളുബിൾ ആണ്. അതിന്റെ ഇമ്പോർട്ടന്റ് ആളാണ്. വൈറ്റമിൻ സിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് സ്കർവി. ഇതിന്റെ സയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗമ്മിലെ പല്ലിന്റെ ഗംസ് അതിലൊക്കെ ബ്ലീഡിങ് വരിക, ജോയിന്റ്സിൽ ബ്ലീഡിങ് വരിക, സ്കിന്നിന്റെ അടിയിലൊക്കെ ബ്രൂയിസസും ബ്ലീഡിങ്ങും വരിക, അതൊക്കെയാണ് ഈ സ്കർവിന്റെ ഇത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്ലൂവിന്റെ പറയാം. ഫ്ലൂവിന് നമ്മള് വെള്ളത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഫ്ലൂവിന്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് ഡെന്റൽ കാരീസ് ഡെവലപ്പ് ചെയ്യാനുള്ള കണ്ടീഷനുണ്ട്. ഇത്രയാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നോട്ട്സിൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ടെക്സ്റ്റിൽ ഈസിലി ഡയറക്ട്ലി റീഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള അളവ് ചെയ്ത്, ബാക്കി 5 മാർക്കിനാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് ഒരുവിധം കണ്ടന്റ് ഒക്കെ ഞാൻ ഈ നോട്ട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.